ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട മക്കളെ, പ്രിയ മക്കളെ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു പാട്ട് പാടാം. പാട്ട് ഇഷ്ടമാണോ? പാടാം. ഓക്കെ, ചേർന്ന് പാടോ? പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പറയാം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒരിക്കൽ കൂടി. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കരങ്ങൾ വീശിക്കേ, കരങ്ങൾ വീശിക്കേ. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? എല്ലാവർക്കും ഇഷ്ടമാണോ? നമ്മുടെ വിശ്വാസോത്സവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈശോയെ നന്ദി. അതെ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് നമ്മുടെ ഈശോയുടെ കരുണയെ കുറിച്ച് കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞോട്ടെ. ഈ ചിത്രം നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കാണുന്നവരുടെ കരങ്ങൾ ഉയർത്താവോ? ആദ്യമായിട്ട് കാണുന്നവര്. ഓക്കെ, ഈ ചിത്രം ആര് വരച്ച ചിത്രമാണെന്ന് അറിയാവോ? ഒരു കൈ വിശുദ്ധ മരിയ ഫൗസ്റ്റീന കോവാൽസ്ക. ഫൗസ്റ്റീന വിശുദ്ധയാണ്. പോളണ്ടിലുള്ള ഒരു സിസ്റ്ററാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? എന്നാൽ നമ്മുടെ ഈ ഫൗസ്റ്റീന സിസ്റ്ററിന് ഈശോ അനേക തവണ പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ, ഈശോ അനേക തവണ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ചിത്രത്തിൽ പറഞ്ഞ പേരെന്നറിയോ? അറിയാമോ? ദൈവ കരുണയുടെ ഛായാചിത്രം. ഓക്കെ, എന്താ? അതെ, ദൈവ കരുണയുടെ ഛായാചിത്രം. ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മകളെ, നീ എന്നെ കാണുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കണം. ഓക്കെ, ഫൗസ്റ്റീനയോട് ഈശോ പറയുകയാണ്, മകളെ, നീ എന്നെ കാണുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കണം. ഓക്കെ, ആ ചിത്രത്തിന്റെ അടിക്കുറിപ്പായിട്ട് ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു പറഞ്ഞേ. ഒന്ന് കരങ്ങൾ ഉയർത്തി ഉറക്കെ പറഞ്ഞേ, ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഓക്കെ, എന്ന് എഴുതണം ഈശോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈശോ പറഞ്ഞു, ഈ ചിത്രം നിന്റെ ദേവാലയത്തിൽ സ്ഥാപിക്കണം. എന്താ പറഞ്ഞേ? ഈ ചിത്രം നിന്റെ ദേവാലയത്തിൽ സ്ഥാപിക്കണം. അതിനുശേഷം ഈ ചിത്രം ലോകം മുഴുവൻ വണങ്ങപ്പെടണം. എല്ലാ ദേവാലയങ്ങളിലും ഈ ചിത്രം സ്ഥാപിക്കണം. എല്ലാ ഭവനങ്ങളിലും ഈ ചിത്രം സ്ഥാപിക്കണം. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? നമ്മുടെ കർത്താവ് ഈശോ. ഈശോയെ ആരാ പറഞ്ഞത്? വിശുദ്ധ ഫൗസ്റ്റീനയോട്. ഓക്കെ, അത് മനസ്സിലായോ? എന്നിട്ട് ഈശോ പറഞ്ഞറിയോ? ഈ ചിത്രം വണങ്ങുന്ന ഒരാത്മാവ് ഒരിക്കലും നശിച്ചു പോകത്തില്ല. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ചിത്രം വണങ്ങുന്ന ഒരാത്മാവ് ഒരിക്കലും നശിച്ചു പോകത്തില്ല.